ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ കെവിൻ രാമചന്ദ്രൻ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വണ്ടിയുടെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ വേറെ ഏത് വണ്ടിയല്ല, നമ്മുടെ സ്വന്തം റോയൽ എൻഫീൽഡിൻ്റെ മീറ്റിയോർ 350 എന്ന് പറയുന്ന നമ്മുടെ വണ്ടിയുടെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പോൾ ഞാനിതൊരു 6 മന്തായി ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. വണ്ടി 6 to 7 മന്തായി ഞാനിത് എടുത്തിട്ട്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഇതിൻ്റെ മൈലേജ് എങ്ങനെയാണെന്നുള്ള നമ്മൾ ജെന്യൂൻ റിവ്യൂ ആണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ പറഞ്ഞതുപോലെ ഇത് മീറ്റിയോർ 350യുടെ ഫയർബാൾ വേരിയൻ്റാണ്. അപ്പോൾ ഇതിൽ 3 കളേഴ്സാണ് അവൈലബിൾ. നമ്മളതിൻ്റെ ബ്ലാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് ബ്ലാക്ക് കുറച്ചുകൂടി ക്ലാസി ലുക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ. സോ ഇതിൻ്റെ കുറച്ച് എന്താ പറയുക, സീറ്റിംഗ് പൊസിഷൻ കുറച്ച് അടിപൊളിയാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം നമുക്ക് ലോങ് റൈഡ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു നോർമൽ ബൈക്കിലിരിക്കുന്ന ഒരു ഫീൽ കിട്ടില്ല. നമ്മളൊരു ചെയറിലൊക്കെ ഇരിക്കുന്ന ഒരു കുഷ്യൻ ചെയറിലിരിക്കുന്ന ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മടുപ്പ് തോന്നില്ല. നമുക്കൊരു ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് നോർമലായിട്ട് എന്താ പറയുക, ഒരു കാറിലിരുന്ന് പോകുന്ന ഒരു ഫീലാണ് കിട്ടുക. സോ അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഹാൻഡിൽ എന്ന് പറയുന്നത് നോർമൽ നമ്മളുടെ സാധാ റോയൽ എൻഫീൽഡ് ആയാലും ഇനിയിപ്പോൾ വേറെ ബൈക്കുകളായാലും അതിൻ്റെയൊക്കെ വരുന്നൊരു ഹാൻഡിലല്ല. അത് കുറച്ച് ഹൈറ്റിൽ വരുന്ന ഹാൻഡിലാണ്. സോ നമുക്ക് സീറ്റിൽ കംഫർട്ടബിളായി ഇരുന്നിട്ട് നമുക്ക് കൈ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് കൈ സ്റ്റഡിയായി വെച്ചിട്ട് ഓട്ടാൻ പറ്റുന്ന പോലത്തെ ഒരു മോഡലാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് അടിപൊളിയാണ്. ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടു. ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിമാലയം എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഓഫ് റോഡിലുകളിലൊന്നും ഓട്ടിക്കാൻ പറ്റില്ലെന്ന് കേട്ടു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നില്ല. കാരണം ഞാൻ കുറേ ഓഫ് റോഡ് ഇതുകൊണ്ട് പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ സസ്പെൻഷനൊക്കെ അടിപൊളിയായിരുന്നു, നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഹിമാലയൻ പോലെ നമുക്ക് ഒരു സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഒരുപാട് സ്പീഡിൽ നമുക്കിത് ഓട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്ലോ ആണെങ്കിലും ഇതിൻ്റെ സസ്പെൻഷൻ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത്, ഇതിൻ്റെ കംഫർട്ടബിളും റൈഡ് ക്വാളിറ്റി എന്താണെന്നുള്ള കാര്യങ്ങൾ. അടുത്തായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു എൻജിൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻ പിന്നെ മൈലേജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് 350 cc എഞ്ചിനാണ്, 20 bhp പവറാണ്. പിന്നെ അതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് നമ്മളെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ്. നമ്മളിതൊരു ഓണർഷിപ്പ് വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ യൂസേജ് എങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് പറയാം. സോ ഇതൊരു എനിക്ക് തോന്നുന്നു സിറ്റിയിലും അതുപോലെ തന്നെ നമുക്ക് NH-ലായാലും നമുക്കൊരു നല്ല കംഫർട്ടബിൾ റൈഡിങ് ഇതാണ് തരുന്നത്. പലരും ഞാൻ കണ്ട റിവ്യൂവിൽ ഉണ്ടായിരുന്നു, ലൈക്ക് നമുക്ക് സിറ്റിയിലും ട്രാഫിക്കിലൊക്കെ കുറച്ച് കഷ്ടമായിരിക്കും വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ആയില്ല. നമ്മളൊരു 2-3 ദിവസമൊക്കെ ഓട്ടിച്ച് നിലവിലാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ എൻജിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ 350 cc അതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ സിറ്റി റൈഡും കാര്യങ്ങളൊക്കെ ഓട്ടിക്കുകയാണെങ്കിൽ 25-30 ആ ഒരു റേഞ്ചിലാണ് മൈലേജ് കിട്ടുന്നത്. കാരണം നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മൈലേജിൻ്റെ അത്രത്തോളം കുറവ് ഫീൽ ആവുന്നുണ്ട്. അതേസമയം നമ്മളൊരു NH-ൽ റൈഡ് പോകണം, അല്ലെങ്കിൽ നമ്മളൊരു ക്രൂസിങ് ഒരു ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ 40ൻ്റെ മേലെ തന്നെ മൈലേജ് നന്നായി കിട്ടുന്നുണ്ട്. കാരണം നമ്മളൊരു സിംഗിൾ ഗിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളൊരു ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പെർഫോമൻസും മൈലേജിൻ്റെയും കാര്യങ്ങൾ. പിന്നെ നമുക്ക് അതിൻ്റെ സർവീസ് ആൻഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ സർവീസ് ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, 500 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞത്. അപ്പോൾ ഓയിൽ ടച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തത്. എനിക്ക് വലിയൊരു ഡിഫറൻസ് ഫീൽ ആയില്ല നമ്മുടെ ഫസ്റ്റ് സർവീസിനും അതിന് മുമ്പ് വണ്ടി നമ്മൾ എടുത്ത ഉടനെ ഓടിച്ചപ്പോൾ വലിയൊരു ഇതൊന്നും ഫീൽ ആയില്ല. പിന്നെ അതിന് ശേഷം ഞാൻ സർവീസ് ചെയ്തത് സെക്കൻഡ് സർവീസ് എൻ്റെ 5000 കിലോമീറ്ററിലായിരുന്നു. അപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി അവർ എന്താ പറയുക നല്ല കുറച്ചൊരു ഡിഫറൻസ് തോന്നിയത് വണ്ടി നമ്മൾ എടുക്കുമ്പോഴുള്ള ഒരു പവറും
കാര്യങ്ങളോ അല്ലാതെ കുറച്ചുകൂടി എനിക്ക് വണ്ടി ബെറ്റർ ആയിട്ടും പെർഫോമൻസിലായാലും എൻജിൻ്റെ സൗണ്ട് കാര്യങ്ങളിലായാലും ഗിയർ ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് തോന്നി. അപ്പോൾ നമ്മൾ സർവീസ് സെൻറ്ററിൽ നിന്നും ഇത് തന്നെയാണ് അവരും റിവ്യൂ പറഞ്ഞത്. നമ്മൾ ഒരു 2 സർവീസ് കഴിയുമ്പോഴാണ് വണ്ടി എൻജിൻ കാര്യങ്ങളും ഒന്ന് സെറ്റായിട്ട് നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്ന് കിട്ടുന്നത്. സോ അപ്പോൾ നമുക്കിതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോകാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു പുതിയൊരാൾ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ഒരു പുതിയൊരാൾ വണ്ടി എടുക്കുമ്പോൾ കുറച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതല്ല നിങ്ങൾക്ക് ഓൾറെഡി ഡ്രൈവിങ്ങുമായിട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വണ്ടി ഓട്ടി ശീലം ഉണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല, 2-3 ദിവസത്തിൽ അഡ്ജസ്റ്റ് ആവുന്നതാണ്. പിന്നെ വേറൊരു നെഗറ്റീവ് എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ എൻജിൻ ഗാർഡ് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു വലിയ വെട്ടറും ഹമ്മും കാര്യങ്ങളൊക്കെ ചാടുക പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടിവശം തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് എടുക്കുമ്പോൾ അവിടെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് തട്ടാറുണ്ട്. സോ അതാണ് മെയിനായിട്ടുള്ള നെഗറ്റീവ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ടും പിന്നെ ഫുൾ ആൻഡ് ഫുൾ ഷൈനിങ് കളേഴ്സ് ആയതുകൊണ്ടും ഇത് ഒരുപാട് പൊടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന PPF ആണ്. അപ്പോൾ അതുപോലെ ഒരു PPF ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. സോ അങ്ങനെയുള്ള നെഗറ്റീവ്സ് ഞാൻ വേറെ കുറേ വണ്ടികളിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു വശം എടുക്കുകയാണെങ്കിൽ മെയിനായിട്ട് പറയുന്നത് ഇതിൻ്റെ കംഫർട്ടബിൾ തന്നെയാണ്. സീറ്റിംഗ് ഇത് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു 100 കിലോമീറ്റർ 200 കിലോമീറ്റർ നമ്മൾ ദൂരത്തേക്ക് പോവുകയാണെങ്കിലും നമുക്കൊരു മടുപ്പ് ഫീൽ ആവില്ല. നമ്മളൊരു എന്താ പറയുക എൻജോയ് ചെയ്ത് ഓട്ടാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്നത് വണ്ടിയുടെ. സോ ഓവറോൾ നിങ്ങൾക്കൊരു കുറഞ്ഞ ബഡ്ജറ്റിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ വരുന്ന ഒരു ബഡ്ജറ്റിൽ ഒരു ക്രൂസർ ബൈക്ക് ഇന്ത്യയിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി അത്രയും 350 cc ഒരു നല്ലൊരു ക്രൂസർ ബൈക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ 6 month ഓട്ടിയ ഒരു റിവ്യൂലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഇങ്ങനെയുള്ള ബൈക്കുകളും കാര്യങ്ങളും നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.